ദാരിദ്ര്യദഹന ശിവസ്തോത്രം. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിതവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഗൗരിപ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖ ദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുർഗഭവ സാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസമുദ്ധിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മവിലേപനായ പാലേക്ഷണായ മണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസനപൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വിഷഭേശ്വരവാഹനായ മാതംഗചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. വസിഷ്ഠേണ കൃതം സ്തോത്രം സർവരോഗനിവാരണം സർവസമ്പൽക്കരം ശീഘ്രം പുത്രപൗത്രാദിവർദ്ധനം ത്രസന്ധ്യം യപ്പഠേ നിത്യം സഹി സ്വർഗവാപ്നുയാൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യ ദുഃഖത്തെ ദഹിപ്പിക്കുന്നവനായ ശിവശങ്കരനോട്, ഭഗവാന് ഉമാകാന്തനോട് നമ്മൾ യാചിക്കുന്ന സ്തോത്രമാണിത്. ഇത് 3 സന്ധ്യയ്ക്കും ചൊല്ലണം എന്നാണ് നമ്മുടെ എല്ലാം കഷ്ടതകൾ നീങ്ങുവാൻ വേണ്ടി. ആദ്യമത്തെ വരി വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖ ദഹനായ നമഃ ശിവായ എന്നാണ്. ഇത് രണ്ടാമതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം, പഠിക്കുവാൻ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ആണ് ഇത് ആവശ്യം. അതല്ല 3 സന്ധ്യയ്ക്കും ഈ ശ്ലോകം കേട്ടാൽ മതിയെങ്കിൽ ആദ്യത്തെ 3 മിനിറ്റ് മാത്രം പ്ലേ ചെയ്താൽ മതിയാവും. വിശ്വങ്ങൾക്കെല്ലാം ഈശ്വരൻ വിശ്വേശ്വരൻ, നരകമെന്ന സമുദ്രത്തിൻ്റെ മറുകരയെ എത്തിക്കുന്നവൻ, അതാണ് നരകാർണവതാരണായ. അതുപോലെ തന്നെ കർണാമൃതം, ചെവികൾക്ക് അമൃതവർഷം ചൊരിയുന്നവൻ, ശശിശേഖരൻ, ചന്ദ്രകലയെ ധരിക്കുന്നവൻ, കർപ്പൂരകാന്തി ധവളം, കർപ്പൂരത്തിൻ്റെ ധവളകാന്തിയുള്ള ശരീരത്തോട് നല്ല വെളുത്ത നിറമാണ് ഭഗവാന്. ജടാധരനാണ്, ജടയെ ധരിച്ചിരിക്കുന്നവനായ എൻ്റെ ഭഗവാനെ, എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ നശിപ്പിക്കണമേ എന്നാണ് 1-ാമത്തെ വരിയിലെ പ്രാർത്ഥന. അടുത്തത് ഗൗരിപ്രിയായ, ഗൗരീവല്ലഭനായിട്ടുള്ള രജനീശ കലാധരായ, രജനീശൻ ചന്ദ്രക്കല ധരിച്ചവനായിട്ടുള്ള കാലാന്തകായ, കാലനെ കൊന്നവനായിട്ടുള്ള
ഭുജഗാധിപ കങ്കണായ, സർപ്പശ്രേഷ്ഠനെ കങ്കണമായിട്ട് ധരിച്ചിരിക്കുന്നവനും, ഗംഗാധരായ, ഗംഗയെ ധരിച്ചവനും, ഗജരാജ വിമർദ്ദനായ, ഗജരാജനെ മർദ്ദിച്ചവനുമായിട്ടുള്ള എൻ്റെ ഭഗവാനെ, എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ ദഹിപ്പിക്കണമേ. ഓം നമഃ ശിവായ എന്നാണ് രണ്ടാമത്തെ വരിയിൽ. മൂന്നാമത്തെ ശ്ലോകം നമ്മളെടുത്താൽ ഭക്തപ്രിയായ, ഭക്തന് പ്രിയനും അല്ലെങ്കിൽ ഭക്തന്മാരിൽ പ്രിയനും, ഭവരോഗ ഭയാവഹായ, സംസാരമെന്ന രോഗത്തിൽ നിന്നുള്ള ഭയത്തെ കളയുന്നവനും, ഉഗ്രായ, ഉഗ്രനും, ദുർഗഭവ സാഗര താരണായ, കടക്കുവാൻ വിഷമമായ സംസാര സാഗരത്തെ, അതായത് നമ്മുടെ ജീവിതത്തെ കടത്തുന്നവനും, ജ്യോതിർമയായ, ജ്യോതിസ്വരൂപനും, ഗുണനാമ സമുദ്ധിതായ എന്നാണ്. ഗുണനാമങ്ങൾ നിഷ്കാമമാണ്, അല്ലെങ്കിൽ ഭഗവാന് ഗുണവുമില്ല അഗുണവുമില്ല പേരുമില്ല ഒന്നുമില്ല, സർവവ്യാപിയാണ്. അതാണ് ജ്യോതിസ്വരൂപനാണ്. അങ്ങനെയായിട്ടുള്ള എൻ്റെ ഭഗവാനെ, എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ നശിപ്പിക്കണമേ. അടുത്തതായത് ചർമാംബരായ, തോൽ വസ്ത്രം ധരിച്ചിരിക്കുന്നവനായ, ശവഭസ്മ വിലേപനായ, ശവഭസ്മം പൂശ്യവനായ, ഫാലേക്ഷണായ, നെറ്റിത്തടത്തിൽ കണ്ണോട് കൂടിയവൻ, ബാല വീക്ഷണായ, അതല്ലെങ്കിൽ അക്ഷിയുള്ളവനായ ഭഗവാനെ, മണികുണ്ടലമണ്ഡിതായ, രത്നകുണ്ടലങ്ങൾ അണിഞ്ഞവനെ, അതുപോലെ തന്നെ മഞ്ജീരപാദയുകളായ, ചിലമ്പുകൾ അണിഞ്ഞ പാദങ്ങളോടു കൂടിയവനും, ജടാധരായ, എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം ഉണ്ടെങ്കിലും ഭഗവാന് ജടയുമുണ്ട്. അങ്ങനെയുള്ള എൻ്റെ ഭഗവാനെ, എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ നശിപ്പിക്കണമേ. പഞ്ചാനനായ, 5 മുഖങ്ങളുള്ളവനും, ഫണിരാജ വിഭൂഷണനായ, സർപ്പാഭരണം ധരിച്ചവനും, ഹേമാംശുകായ, സുവർണ വസ്ത്രങ്ങൾ ധരിച്ചവനും, ഭുവനത്രയമണ്ഡിതായ, ജഗത്രയത്തിന് അലങ്കാരഭൂതനും, ആനന്ദഭൂതിവരതായ, ആനന്ദമായ സമ്പത്തിനെ തരുന്നവനും, തമോമയായ, തമോ ഗുണപ്രധാനനുമായ എൻ്റെ ഭഗവാനെ, നമസ്കാരം. എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ നശിപ്പിക്കണമേ. ഭാനുപ്രിയായ, സൂര്യന് പ്രിയമുള്ളവനും, ഭവസാഗരധാരണായ, സംസാര സമുദ്രത്തെ കടത്തിവിടുന്നതിനും, കാലാന്തകായ, കാലനെ അല്ലെങ്കിൽ കാലൻ്റെ കാലനായവനും, കമലാസന പൂജിതായ, ബ്രഹ്മാവ് പൂജിച്ചവനുമായ, ത്രിനേത്രായ, 3 കണ്ണുള്ള, ശുഭലക്ഷണലക്ഷിതായ, മംഗലസ്വരൂപനുമായിട്ടുള്ള എൻ്റെ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ തീർത്തു തരണമേ. രാമപ്രിയായ, പരശുരാമന് പ്രിയനും ശ്രീരാമന് വരത്തെ നൽകിയവനുമായ, അതാണ് രഘുനാഥ വരപ്രദായ, ശ്രീരാമന് വരത്തെ നൽകിയവനുമായ, നാഗപ്രിയായ, സർപ്പപ്രിയനും, നരകാർണവധാരണായ, നരകത്തെ അല്ലെങ്കിൽ നരകമായ സമുദ്രത്തെ കടത്തിവിടുന്നവനുമായ, പുണ്യേഷു, പുണ്യകർമ്മങ്ങളുടെ പുണ്യഭരിതായ, പുണ്യഭാരവും പേറി നിൽക്കുന്ന, സുരാർച്ചിതായ, ദേവപൂജിതനുമായിട്ടുള്ള എൻ്റെ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ നശിപ്പിക്കണമേ. മുക്തേശ്വരായ, മുക്തന്മാരുടെ നാഥനും അല്ലെങ്കിൽ മുക്തി കാംക്ഷിച്ച് നടക്കുന്നവനെല്ലാം ചെല്ലുന്നത് പരമശിവനിലാണ്. ഫലതായ, ഫലത്തെ നൽകുന്നവനും, ഗണേശ്വരായ, ഗണങ്ങളുടെ നാഥനും, ഗീതപ്രിയായ, സംഗീതപ്രിയനും, വൃഷഭേശ്വരവാഹനായ, കാളവാഹനമായുള്ളവനും, മാതംഗചർമ്മവസനായ, ആനത്തോലുടുത്തവനുമായ മഹേശ്വര, ദാരിദ്ര്യമാകുന്ന ദുഃഖത്തെ നീക്കി എന്നെ രക്ഷിക്കണമേ. വസിഷ്ഠേണ കൃതം സ്തോത്രം, വസിഷ്ഠകൃതം, വസിഷ്ഠനാണ് ഈ സ്തോത്രം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലശ്രുതിയാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ സർവരോഗനിവാരണം, സർവ രോഗങ്ങളെയും നശിപ്പിക്കും, സർവസമ്പൽക്കരം, സർവസമ്പത്തുകളെയും തരും. ശീഘ്രം, എത്രയും പെട്ടെന്ന് പുത്രപൗത്രാദിവർദ്ധനം, പുത്രന്മാരുണ്ടാവും, പുത്ര പൗത്രാദികൾ, അതായത് നമ്മുടെ വംശപരമ്പരകൾക്ക് വർധന ഉണ്ടാവും. എപ്പോൾ ചൊല്ലണം? ത്രസന്ധ്യ എപ്പടേ നിത്യം,
3 സന്ധിക്കും ചൊല്ലിയാൽ ഏകദേശം 3 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ച് ഈ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗ വാപ്നുവാൽ, അതായത് നമ്മൾ 3 സന്ധിക്കും ജപിച്ചാൽ സ്വർഗത്തെയും പ്രാപിക്കുന്നു, അതായത് ഈ ജീവിത മോക്ഷം നമുക്ക് ലഭിക്കുന്നു. അതാണ് ദാരിദ്ര്യ ദഹന ശിവസ്തോത്രം എന്ന് പറയുന്നത്. നമസ്തേ.